Welcome back to the video lecture series of Basic Electrical EST 130. As per the syllabus, this is the first lecture of third module. Even though we module class second module third module AC very detailed. Second module as per your syllabus a topic but how we are generating AC, what is the phase, frequency, time period, what is the peculiarities of AC, that's we already discussed in the last class. So, third module we start but the syllabus program is our third module first lecture. So in this lecture we are detailing trying to cover the topics like how we can represent an AC wave. എന്താണ് ഈ representation of AC ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ DC പഠിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ റെപ്രസെൻറ്റേഷന് വേണ്ടി ഡിഫറെൻറ്റ് ഫോം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, ശരിയല്ലേ? DC 25 വോൾട്ട് DC 2 ആംപിയർ DC എന്നൊക്കെ നമ്മളിങ്ങനെ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ AC-ലേക്ക് വരുമ്പോൾ നമ്മൾ റെപ്രസെൻറ്റേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. എന്താ കാര്യം? എന്തായിരിക്കും? AC-ക്ക് ഒരു ഫേസ് ഉണ്ട്. AC വേവ് ഫോം എങ്ങനെയാണ് നമുക്കറിയാലോ അല്ലേ? ഇങ്ങനെ പോയി മോയാലെ പോയി സീറോ ക്രോസ് ചെയ്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് മാക്സിമം, അഗെയിൻ സീറോ, ഇങ്ങനെയാണ് AC പോകുന്നത്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് DC പറയുന്ന പോലെ ഒരു സ്റ്റഡി ലൈൻ അല്ല. DC-ക്ക് എപ്പോഴും 5 ആംപിയർ എന്ന് പറയാൻ ജസ്റ്റ് 5 ആംപിയർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ ആവറേജ് വാല്യൂ, RMS വാല്യൂവിനെ കുറിച്ചൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ AC-ലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒരു AC waveform of 25 volt എന്ന് ജസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി മാത്രം പറ്റില്ല. അത് വോൾട്ടേജ് ആണോ കറണ്ട് ആണോ, ആ കറണ്ടിൻ്റെ വേവ് ഫോം എങ്ങനെയാണ് നിൽക്കുന്നത്, അത് എപ്പോൾ തുടങ്ങി, DC എപ്പോൾ തുടങ്ങി നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് DC ഒരു സ്ട്രെയിറ്റ് ലൈനായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷേ AC അങ്ങനെയല്ല. AC ഓരോ സ്മോൾ ഇൻ്റർവെല്ലിലും എന്ത് ചെയ്യും? എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്ത് സീറോ വാല്യൂ എത്തി, മാക്സിമം വാല്യൂ എത്തി, സീറോ വാല്യൂ എത്തി, മിനിമം വാല്യൂ എത്തി, അഗെയിൻ സീറോ വാല്യൂ എത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ സൈക്കിളിനെ എടുക്കുക. ഒരു സൈക്കിൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു DC വോൾട്ടേജും DC കറണ്ടും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്യാൻ യു സേ വിച്ച് ഇസ് ദ ലീഡിങ് വൺ? വോൾട്ടേജ് ആണോ ആദ്യം തുടങ്ങിയത്, കറണ്ട് ആണോ ആദ്യം തുടങ്ങിയത് എന്ന് നമുക്കൊരു വേവ് ഫോം നോക്കി പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ബിക്കോസ് ജസ്റ്റ് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ കറണ്ട് അങ്ങനെയല്ല. ആദ്യം തുടങ്ങിയത് ഞാൻ ജസ്റ്റ് നിങ്ങൾ ഒരു ബിഗിനർ മൈൻഡ് പറയണം. ആദ്യം തുടങ്ങിയത് എന്നല്ല അതിൻ്റെ മീനിങ്. ഒരു ഇൻസ്റ്റൻറ്റിൽ അതിനൊരു ഫേസ് ഉണ്ടാവും AC-ക്ക്. ബിക്കോസ് വോൾട്ടേജ് സീറോ ആക്സിസ് ക്രോസ് ചെയ്തതിനേക്കാളും ചിലപ്പം കുറച്ച് മുമ്പേ അല്ലെങ്കിൽ കുറച്ച് ശേഷമായിരിക്കും കറണ്ട് സീറോ ആക്സിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഫേസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. AC എപ്പം പറയുമ്പോഴും നമ്മൾ 0 ഡിഗ്രിയിലാണോ, 90 ഡിഗ്രിയിലാണോ, 180 ഡിഗ്രിയിലാണോ നോക്കട്ടെ. 0 ഡിഗ്രി ഒരു AC സൈൻ വേവിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ഡിഗ്രി. ഒരു എക്സ് ആക്സിസിൽ 0 നിൽക്കുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആയിരിക്കും. എക്സ് ആക്സിസ് 90 എത്തുമ്പോൾ സൈൻ എവിടെ എത്തും? സൈൻ 91 മാക്സിമത്തിലെത്തും. എക്സ് ആക്സിസ് 180 എത്തുമ്പോൾ സൈൻ അഗെയിൻ എവിടെ എത്തും? സൈൻ ഓഫ് 180 0 എത്തും. അതാണ് സൈൻ വേവ്. അപ്പോൾ AC വേവ് ഫോമിനാകുമ്പോൾ അവിടെ ഓരോ ഡിഗ്രിയിലും 0 ഡിഗ്രിയിലാണോ 90 ഡിഗ്രിയിലാണോ അതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു വെക്റ്റർ റെപ്രസെൻറ്റേഷനിലേക്ക് പോകണം. DC നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്കാലർ ആയിട്ടാണെങ്കിൽ AC നമുക്കൊരു വെക്റ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ബിക്കോസ് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഓൺ ദ സെയിം ടൈം ഇറ്റ്സ് ഹാവിങ് സം ഡയറക്ഷൻ ഓർ ഫേസ്, ആംഗിൾ, ഇതെല്ലാം നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ഇവിടെയാണ് നമ്മൾ ഫേസർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഫേസ് റെപ്രസെൻറ്റേഷനിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. അതുപോലെ AC DC കമ്പാരിസൺ ഞാൻ മുമ്പേ ഒരു ക്ലാസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു റെസിസ്റ്ററിൽ നിങ്ങൾ DC കൊടുക്കുക, കറണ്ടും വോൾട്ടേജും എന്തായിരിക്കും? ഒരേ ഫേസ് ആയിരിക്കും. കപ്പാസിറ്റർ കൊടുത്തു നോക്കുക, DC കൊടുക്കുക, കറണ്ട് വോൾട്ടേജ് അവിടെയും ഒരേ ഫേസ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഫേസ് ഡിഫറൻസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? AC വരുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് Rൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല, ഒരു റെസിസ്റ്ററിൽ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഇൻഡക്ടറിൽ AC ബിഹേവ് ചെയ്യുക. C എന്ന് പറയുന്ന കപ്പാസിറ്ററിൽ ബിഹേവ് ചെയ്യുക വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ഈ റെസ്പോൺസ് ഒക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഓവർ സ്ട്രെയിൻ ചെയ്ത് ഒന്നും ശ്രദ്ധിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഐഡിയാസ്, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കൺസെപ്റ്റ് ബേസ് വൺസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഫേസർ ഡയഗ്രം നിങ്ങൾക്ക്
ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഫേസർ ഡയഗ്രാം വെച്ച് എന്ത് കളിയും നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. കൺസെപ്റ്റ് ക്ലിയർ ആവാതെ കാണാതെ പഠിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഗ്, ലീഡ് ഇതൊക്കെ ജീവിതകാലം മുഴുവൻ ടെക്സ്റ്റ് ബുക്ക് തന്ന പോലെ തന്നെ വരച്ച് പോകുന്നല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്വസ്റ്റ്യൻ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ ഫുൾ റോങ് ആവും. അപ്പോൾ കൺസെപ്റ്റാണ് ഈ ഒരു ലെക്ചർ 1 ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ കൺസെപ്റ്റിന് നമ്മൾ കൂടുതൽ സമയം ഈ വീഡിയോയിൽ കൊടുക്കും. ഓക്കെ, ഞാൻ വരച്ചിട്ടുള്ള എന്താ in the figure you can see there is 2 waveforms. One is a voltage waveform and another one is a current waveform. Which is the voltage waveform? The waveform I drawn with the blue line. I will touch it. The blue line, it is a voltage waveform, and the other one, a smaller waveform, which is a current waveform. It is drawn by a green color. So a voltage waveform is there, a current waveform is there. ഒരു വേവ്ഫോം തുടങ്ങുന്ന പോയിന്റ്, നിങ്ങളിപ്പോൾ 2 വേവ്ഫോം പറഞ്ഞല്ലോ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഇപ്പോൾ ഈ പോയിന്റ്, ഒരു മിനിറ്റ്, ഓക്കെ ഒരു മിനിറ്റ്, ഓക്കെ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഈ ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ നിങ്ങളുടെ ഫസ്റ്റ് വേവ് ഫോം ആയിട്ടുള്ള ഏതാ ഫസ്റ്റ് വേവ് ഫോം? ഓക്കെ, വോൾട്ടേജ് വേവ് ഫോം അല്ലെങ്കിൽ വലിയ വേവ് ഫോം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. എന്താ ഈ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാനുള്ള ഒരു ലോജിക്ക് എന്താണ്? ബിക്കോസ് അത് അവിടെ മാത്രം നിൽക്കുന്നതല്ല. അതിന് ശരിക്കും നിങ്ങൾ ബാക്കോട്ട്, നമ്മളൊരു സൈക്കിളെ വരച്ചിട്ടുള്ളൂ, അത് അവിടെ നിൽക്കുമോ? അത് അതിനേക്കാളും മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ആ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ഈ പോയിന്റിൽ വെച്ചാണ് അത് നെഗറ്റീവിൽ നിന്ന് കയറി പോസിറ്റീവിലേക്ക് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് ഈ സാധനം ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ്. നെഗറ്റീവിൽ നിന്ന് കയറി പോസിറ്റീവിലേക്ക് വരുന്ന പോയിന്റാണ് നമ്മൾ ഒരു ഇനീഷ്യൽ പോയിന്റ് ആയിട്ട് ആ സൈക്കിളിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിന് 180 ഡിഗ്രി കഴിഞ്ഞാൽ അവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് പോവാം, അത് സ്റ്റാർട്ടിങ് പോയിന്റ് അല്ല. നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് നെഗറ്റീവിൽ നിന്ന് കയറി എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ്. ഇപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണെന്ന് വിചാരിക്കുക. വേവ് ഫോം ഇങ്ങനെ നെഗറ്റീവ് വന്ന് ഇവിടെ ടച്ച് ചെയ്ത് പോസിറ്റീവിലേക്ക് പോവുക. ഈ പോയിന്റ് ആണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അതുപോലെ കറണ്ട് വേവ് ഫോമിന് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഞാൻ വരച്ചിട്ടുണ്ട്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ആ പോയിന്റ്. വോൾട്ടേജ് സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റ് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി അവിടെ എക്സാക്ട്ലി മാർക്ക് ചെയ്തിട്ടുണ്ട്. 90 ഡിഗ്രി. എന്താ ഈ 90 ഡിഗ്രി? വോൾട്ടേജ് മാക്സിമം എത്തിയ പോയിന്റ്. നിങ്ങൾ ഫിഗർ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വോൾട്ടേജ് മാക്സിമം എത്തിയ പോയിന്റിലാണ് കറണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആക്സിസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ വോൾട്ടേജ് മാക്സിമം എത്തിയപ്പോൾ കറണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പോൾ വോൾട്ടേജ് ഏത് സാധനം 0 തുടങ്ങിയ 90 ഡിഗ്രി എത്തുമ്പോൾ മാക്സിമം എത്തും. അതായത് വോൾട്ടേജിനെ സംബന്ധിച്ചിടത്തോളം അത് 0യിൽ നിന്ന് തുടങ്ങി 90യിൽ എത്തിയപ്പോഴാണ് കറണ്ട് ജസ്റ്റ് അതിൻ്റെ 0 ഡിഗ്രി ഇൻസ്റ്റന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 2 വേവ് ഫോമുകൾ തമ്മിൽ എത്ര ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്? 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് തമ്മിൽ. ഫസ്റ്റ് പോയിന്റ് വരച്ച് നോക്കൂ. ഹിയർ കറണ്ട് ഐ ക്രോസസ് 0 പോയിന്റ്. ബ്രാക്കറ്റിൽ എക്സ് ആക്സിസിനാണ് ക്രോസ് ചെയ്യുന്നത്. എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് ഓരോ സൈൻ വേവിനും 0 വാല്യൂ കിട്ടുക, അല്ലേ? ജസ്റ്റ് ആഫ്റ്റർ 90 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ്. അതായത് വോൾട്ടേജ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ എത്തിയത് കഴിഞ്ഞ് 90 ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് അതേ എക്സ് ആക്സിസിൽ കറണ്ട് 0 പോയിന്റ് അല്ലെങ്കിൽ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഏത് വേണം റെഫറൻസ് ആക്കി എടുക്കാം. ഒരിക്കലും വോൾട്ടേജ് മാത്രമേ റെഫറൻസ് എന്ന് അർത്ഥമില്ല. ശരിക്കും ശ്രദ്ധിച്ചോ, സീരീസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട് 2 സാധനമുണ്ട്. ഈ രണ്ടിനും അനുസരിച്ച് റെഫറൻസ് മാറിക്കൊണ്ടിരിക്കും. ഒരിക്കലും കറണ്ട് മാത്രമാണ് റെഫറൻസ് എടുക്കുന്നത് എന്നൊരു മീനിങ് ഇല്ല, അല്ലെങ്കിൽ വോൾട്ടേജ് മാത്രമേ റെഫറൻസ് എടുക്കാവൂ എന്ന് മീനിങ് ഇല്ല. ഈ കേസിൽ ഞാൻ വോൾട്ടേജിനെ റെഫറൻസ് ആക്കി എടുത്തു. ഒരു സാധനം റെഫറൻസ് ആക്കി എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ഇതൊരു ആക്സിസ് ആണെങ്കിൽ ഇവിടെ ആക്സിസ് ഉണ്ടാവും, ഇവിടെ ആക്സിസ് ഉണ്ടാവും, താഴോട്ട് ആക്സിസ് ഉണ്ട്, അല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് എക്സ്, വൈ നെഗറ്റീവ് വൈ ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എക്സ് ആണ് റെഫറൻസ് ആക്കി എടുക്കുന്നതെങ്കിൽ എക്സിൻ്റെ ഡിഗ്രി എപ്പോഴും 0 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ റെഫറൻസിന് ഇത്രയും മുകളിലേക്ക് പോയാൽ +90, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ വേറൊരു ആംഗിൾ. അപ്പോൾ റെഫറൻസ് ഏതാണോ അതിനെ എപ്പോഴും 0 ഡിഗ്രി ആക്കി എടുക്കാം. ഈ ഫിഗറിൽ നിങ്ങൾ വോൾട്ടേജ് ഒരു വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വി, അതിൻ്റെ ഫേസ് ആംഗിൾ 0 ആണ് എടുക്കുക. അപ്പോൾ അത് റെഫറൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്കറിയില്ല, സോ നമ്മൾ ഐ എന്ന് തന്നെ എടുത്തു.
അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ലാഗിങ് 90 ഡിഗ്രി കഴിഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. 90 ഡിഗ്രി കഴിയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈനസ് ആംഗിൾ എടുക്കണം. -90യിലാണ് അത് സ്റ്റാർട്ട് ആവുന്നത്. വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് 90 ഡിഗ്രി കഴിഞ്ഞാണ് കറണ്ട് സ്റ്റാർട്ട് ആയത്. അപ്പം വോൾട്ടേജ് V ആംഗിൾ 0 ആണെങ്കിൽ കറണ്ട് V ആംഗിൾ -90 ആയിരിക്കും. V ആംഗിൾ -90 ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് ലാഗിങ് എന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ വരുന്നത്. ഒരു നെഗറ്റീവ് ആംഗിൾ വന്ന കേസിൽ നമ്മൾ ലാഗിങ് എന്ന് പറയും. ഇത് കഴിഞ്ഞ അതേ ഫിഗറാണ്. ഈ ഫിഗർ നോക്ക്, കഴിഞ്ഞ സെയിം ഫിഗറാണ്. ഞാൻ എന്ത് ചെയ്തു, ആ ഫിഗറിൻ്റെ അകത്ത് 0 പോയിന്റ്സ് ജസ്റ്റ് ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. 2 വേവ് ഫോമിന് ഞാൻ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് വിചാരിച്ചു. വോൾട്ടേജിന് നിങ്ങൾക്ക് വേണം ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ തൽക്കാലം കറണ്ടിനെ മാത്രം ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം നോക്ക്, കറണ്ട് ആ Y ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് വരുന്നത്? വോൾട്ടേജ് Y ആക്സിസിനെ ക്രോസ് ചെയ്ത പോയിന്റിൽ, അല്ലെങ്കിൽ വോൾട്ടേജ് ഈ 0 ക്രോസ് ചെയ്യുന്ന ഈ പോയിന്റിൽ കറണ്ടിന്റെ വാല്യൂ എന്താണ്? ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി എന്താ കിട്ടുക? നെഗറ്റീവ് ആയിരുന്നു. അത് അപ്പോഴും അവിടെ എത്തിയിട്ടില്ല, 0 ക്രോസിങ് എത്തിയിട്ടില്ല, കയറി വരുന്നേ ഉള്ളൂ. എപ്പോഴാണ് അത് കയറുന്നത്? 90 ഡിഗ്രി കഴിഞ്ഞേ കയറുന്നുള്ളൂ. ഈ ഒരു കേസിനാണ് നമ്മൾ ലാഗിങ് എന്ന് പറയുക. അതായത് പിറകിലാണ്. ലാഗിങ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? ബാക്കിലാണ്. വോൾട്ടേജ് 0 ക്രോസ് ചെയ്തപ്പോൾ കറണ്ട് എവിടെ കിടക്കുകയായിരുന്നു? നെഗറ്റീവ് കിടക്കുക. പിന്നെ 90 ഡിഗ്രി കഴിഞ്ഞപ്പോൾ ആ നെഗറ്റീവ് കയറി വന്ന് കറണ്ട് എവിടെ എത്തുന്നത്? അതേ എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് ഡിഫറൻസ് എവിടെ നിന്ന് കിട്ടും? ആ ഗ്രീൻ ഇംഗിൽ എഴുതി വായിച്ചു നോക്ക്. സോ I lags V by some degree. The degree or phase can be found from x axis. X axis ഉള്ള 2 ക്രോസിംഗ് പോയിന്റ് നമ്മൾ ഡിഫറൻസ് നോക്കുക. ഒന്നിതാണ്. അത് തമ്മിലുള്ള ഡിഗ്രി എത്രയാ? ആ വോൾട്ടേജിനെ മാത്രം നോക്കിയാൽ മതി. വോൾട്ടേജ് മാക്സിമം എത്തിയപ്പം കറണ്ട് അവിടെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ ഡിഗ്രി എത്രയാണ്? നമ്മൾ ലാസ്റ്റ് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ തമ്മിലുള്ള ഡിഗ്രി എത്രയാണ്? ഓക്കെ, അവിടെ തമ്മിലുള്ള ഡിഗ്രി 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രിയാണ് ഇവിടെ ലാഗ് ചെയ്യുന്നത്. So here current lags voltage by 90 degree. That is, voltage is V angle 0, but current is lagging ആണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഇട്ടു. I angle -90. Such a lagging current indicates presence of a inductor. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ കറണ്ട് ലാഗ് ചെയ്തത്? അത് നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ്. എവിടെയാണ് കറണ്ട് ലാഗ് ചെയ്യുക? ഇൻഡക്ടർ വന്നാൽ കറണ്ട് വോൾട്ടേജിന് ലാഗ് ചെയ്യും. കപ്പാസിറ്റർ വന്നാൽ കറണ്ട് വോൾട്ടേജിനെ ലീഡും ചെയ്യും. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ വെറുതെ ലാഗ് ചെയ്തതല്ല, നിങ്ങൾ ഈ ഏതോ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ അതിലൂടെ കറണ്ട് പാസ് ചെയ്തു. എന്നിട്ട് രണ്ടാളെയും ചിത്രം വരച്ച് നോക്കി, അല്ലെങ്കിൽ ഒരു മീറ്ററിൻ്റെ അകത്ത് ഡിസ്പ്ലേ വെച്ച് നോക്കി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി വോൾട്ടേജ് കഴിഞ്ഞ് കുറച്ച് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കറണ്ട് വരുന്നത്. അപ്പോൾ എത്ര ഡിഗ്രി നോക്കി? 90 ഡിഗ്രിയാണ്. എക്സാക്ട്ലി 90 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ മീനിങ് ആ സർക്യൂട്ട്, നിങ്ങൾ ഇപ്പോൾ ഈ വോൾട്ടേജിനെ അപ്ലൈ ചെയ്ത സർക്യൂട്ട് പ്യുവർലി എന്തു മാത്രമേ ഉള്ളൂ? ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 90 ഡിഗ്രി ലാഗ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, കറണ്ട് ഈസ് ലാഗിങ്, കറണ്ട് ഈസ് ലീഡിങ് എന്നെ നിങ്ങൾ ഇൻ ഫ്യൂച്ചർ പറയുള്ളൂ. വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറണ്ട് ഈസ് ലാഗിങ് എന്നൊന്നും പറയില്ല. ചിലപ്പോൾ അത് സർക്യൂട്ട് ഈസ് ലാഗിങ് എന്ന് മാത്രം പറയും. ആരാ ലാഗിങ്? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് കറണ്ടിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു ആരാണ്? വോൾട്ടേജ് ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? ഇങ്ങനെയാണ് പറയാം. ഇത് വോൾട്ടേജ് ആണെന്ന് വിചാരിച്ചോ, ഇത് കറണ്ട്. എത്ര ഡിഗ്രിയാ? വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ പ്യുവർലി ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അത് ലാഗിങ് പറയാം? ഇപ്പം ഇതാണ് വോൾട്ടേജ്. വോൾട്ടേജിന് വിത്ത് റെസ്പെക്ട് ആയിട്ട് കറണ്ട് നമ്മളൊരു ആംഗിൾ എഴുതിയിട്ടുണ്ട്, I ആംഗിൾ -90. എന്താ ഈ മൈനസ്? ക്ലോക്ക് വേസിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നെഗറ്റീവ് ആംഗിൾ ആണ്. ക്ലോക്ക് വേസിൽ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആണ്, കൗണ്ടർ ക്ലോക്ക് വേസിൽ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആംഗിളാണ്. അപ്പം വിത്ത് റെസ്പെക്ട് വോൾട്ടേജ് കറണ്ടിന്റെ ആംഗിൾ എന്താ കിട്ടുന്നത്? നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വേസ്. എങ്ങനെയാണ് ക്ലോക്ക് വേസ് വരിക? അല്ലേ, 4, 5, 6 ഇങ്ങനെ പോലെ ഈ ക്ലോക്ക്. അപ്പോൾ ഇതിന് എടുത്ത് താഴോട്ട് വരണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് നേരെ മുകളിലേക്ക് ആയിരുന്നു പോകേണ്ടത്. അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ജസ്റ്റ് വോൾട്ടേജ് എങ്ങനെ എടുക്കുക? ലാഗിങ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും നെഗറ്റീവ് ആംഗിളിലേക്ക് വരണം. ക്ലോക്ക് വൈസ് ആണ് നെഗറ്റീവ്, അപ്പോൾ താഴോട്ട് വരച്ചു. എത്ര ഡിഗ്രി ലാഗ് ചെയ്തു? 90 ഡിഗ്രി ലാഗ് ചെയ്തു. -90 ഫിഗർ നോക്ക്. -90 മീൻസ് ക്ലോക്ക് വൈസ് ആംഗിൾ. CW എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആംഗിൾ.
അപ്പോൾ പറഞ്ഞൊന്നുമില്ല. ലാഗിങ് എന്ന് കണ്ടാൽ നിർബന്ധമായി മനസ്സിലാക്കുക ആ സർക്യൂട്ടിൽ ആരുണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ട്. ഇനി പ്യുവർലി ഇൻഡക്ടർ ആണെങ്കിൽ എക്സാക്ട്ലി 90 ഡിഗ്രി വരും. ഈ ഡിഗ്രി 90 തന്നെ ആവണമെന്നില്ല. 60 ലാഗ് ചെയ്യാം, 70 ലാഗ് ചെയ്യാം, 50 ലാഗ് ചെയ്യാം. അവിടെയൊക്കെ ഇൻഡക്ടർ ഉണ്ട്, പക്ഷെ പ്യുവർലി അല്ല. ഇൻഡക്ടർ മാത്രമേ ഉള്ളൂ എങ്കിൽ എക്സാക്ട്ലി കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യും. കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്തായിരിക്കും ലോജിക്? ആലോചിച്ച് നോക്കൂ. ഇൻഡക്ടർ മാത്രമേ ഉള്ളെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ മാത്രമേ ഉള്ളെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യും. ഇപ്പോൾ ഇത് ലീഡിങ് ആണ്. എന്താ ലീഡിങ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറണ്ടിൻ്റെ ആംഗിൾ എന്താ? പോസിറ്റീവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് പോസിറ്റീവ്. അപ്പോൾ കപ്പാസിറ്റർ ആണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും, ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും. ഉറപ്പിച്ചല്ലോ. അപ്പോൾ റെസിസ്റ്റർ ആണെങ്കിലോ, നിങ്ങൾ പണ്ടേ പഠിച്ചതാണ്. റെസിസ്റ്റർ ആണെങ്കിൽ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസ് ആയിരിക്കും. നോ ലാഗിങ്, നോ ലീഡിങ്. കറണ്ട് വിൽ നൈദർ ലാഗ് നോർ ലീഡ്. പ്യുവർലി റെസിസ്റ്റർ ആണെങ്കിൽ വോൾട്ടേജും കറണ്ടും ഇങ്ങനെ ഒരേ ഫേസിൽ വന്ന് നിൽക്കും, സെയിം ഫേസിൽ നിൽക്കും, രണ്ടാളും ഒരേ ലൈനിൽ നിൽക്കും. അപ്പോൾ ഇതാണ് ഉറപ്പിക്കേണ്ട കാര്യങ്ങൾ. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിള്. പ്യുവർലി റെസിസ്റ്റർ ആണെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ഡിഫറൻസും ഉണ്ടാവില്ല, ഒരേപോലെ നിൽക്കും. ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യും, താഴോട്ട് പോകും. കപ്പാസിറ്റർ ആണെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യും. ഓക്കെ. ഇനി അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ശരിക്കും ഉണ്ട്. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ക്ലാസ്സുകളിൽ എടുക്കാം. ബിക്കോസ് ഇൻഡക്ടർ 90 ലാഗിങ്, റെസിസ്റ്റർ സെയിം ഫേസ്, ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. റെസിസ്റ്റർ സെയിം ഫേസ് കറണ്ട്, ഇത് വോൾട്ടേജ് ആണ്. ഇൻഡക്ടർ 90 ഡിഗ്രി ലാഗിങ്. അപ്പോൾ ഇവർ രണ്ടാളും മിക്സായി വന്നാൽ എന്താ ചെയ്യുക? കറണ്ട് എവിടെ നിൽക്കും? 90 ഡിഗ്രി ലാഗിൽ നിൽക്കുമോ സീറോയിൽ നിൽക്കുമോ? കറണ്ട് ഇതിൻ്റെ നടുവിൽ എവിടെയെങ്കിലും നിൽക്കും, ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. അതാണ് മിക്സിങ്ങിൽ വരിക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കണം. ഓക്കെ. നൗ നമ്മൾ റെപ്രസെൻറ്റേഷൻ ആണ് തുടങ്ങിയത്. റെപ്രസെൻറ്റേഷനിലേക്ക് തന്നെ വരാം. ഇവിടെ നമ്മൾ രണ്ടാളെ പറ്റി പറഞ്ഞു. ഒന്നാമത്തെ ആള് വി ആംഗിൾ 0 ആൻഡ് രണ്ടാമത്തെ ആള് ഐ ആംഗിൾ -90. ഇതെന്ത് റെപ്രസെൻറ്റേഷനാണ്? ഈ ആംഗിളും മാഗ്നിറ്റ്യൂഡും ആംഗിളും ആയി റെപ്രസെൻറ്റേഷന് പറയുന്ന പേരാണ് പോളാർ ഫോം. ദിസ് ക്യാൻ ഓൾസോ ബി കൺവേർട്ടഡ് ടു റെക്ടാങ്കുലർ, എക്സ്പൊണൻഷ്യൽ, ട്രിഗ്നോമെട്രിക്കിലേക്ക് ഒക്കെ മാറ്റാം. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ്. ഇപ്പോൾ പോളാർ ഫോമിലാണ് ഉള്ളത്. നിങ്ങൾക്ക് അതിനെ പല ഫോമിലേക്ക് മാറ്റാം. മെയിനായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരിക റെക്ടാങ്കുലറും പോളാറും ആണ്. ഓക്കെ. ഇനി നമ്മൾ ഒരു ഡിഫറെൻറ്റ് കറണ്ട് കൺസിഡർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ പറഞ്ഞ കറണ്ട് 90 ഡിഗ്രി ലാഗിങ്ങോ അല്ലെങ്കിൽ 90 ഡിഗ്രി ലീഡിങ്ങോ ഒക്കെ ആയിരുന്നു. ഇത് 90 ഡിഗ്രി അല്ല. ആ ഫിഗർ നോക്കിക്കേ, എത്ര ഡിഗ്രിയാണ് ലാഗ് ചെയ്യുന്നത്? 5 ആംപിയർ എന്ന് പറയുന്ന കറണ്ട് അവിടെയുള്ള റെഡ് കളറിൽ വരച്ചിട്ടുള്ള വോൾട്ടേജിനെ 30 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട്. എത്ര ഡിഗ്രി? 30 ഡിഗ്രി. അപ്പോഴും റെഫറൻസ് ആര് തന്നെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ വോൾട്ടേജ് ആണ് സ്റ്റിൽ ദ റെഫറൻസ് ഓഫ് സർക്യൂട്ട്. അപ്പോൾ വോൾട്ടേജ് വി ആംഗിൾ 0 ആണെങ്കിൽ കറണ്ട് നമ്മൾ എന്ത് പറയും? ഐ ആംഗിൾ, എന്താ ആംഗിൾ? പ്ലസോ മൈനസോ? എങ്ങോട്ടാണ് വന്നത്? ലാഗിങ് സൈഡിലേക്കല്ലേ, താഴോട്ടല്ലേ വന്നത്. അപ്പം ഏതാ താഴോട്ട് വന്നാൽ? ക്ലോക്ക് വൈസോ കൗണ്ടർ ക്ലോക്ക് വൈസോ? ക്ലോക്ക് ഓടുന്ന പോലെ താഴോട്ടല്ലേ വരുന്നത്. ഇപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആംഗിൾ, നെഗറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ ലാഗിങ് ആംഗിൾ എന്നൊക്കെ പറയാം. അപ്പോൾ പോളാർ ഫോമിൽ ഞാൻ ഈ കറണ്ടിനെ വിളിക്കുകയാണെങ്കിൽ ഐ ആംഗിൾ മൈനസ് ഓഫ് തീറ്റയാണ്. ഐ എന്ന് പറയേണ്ട, അവിടെ നമുക്ക് ആ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കൂ, അല്ല മുകളിൽ വായിക്കൂ. 5 ആംപിയർ, ആംഗിൾ 30 ഡിഗ്രി. ആംഗിൾ പ്ലസ് ആണോ മൈനസ് ആണോ? ലാഗിങ് ആയതുകൊണ്ട് മൈനസ് ആണ്. So in polar form, the current is 5 angle -30. Negative sign indicates it is lagging or it indicates the presence of inductor. അല്ലേ? ഇൻഡക്ടർ മാത്രമായിരിക്കുമോ? ഇതിവിടെ പറയുന്ന ഒരു കേസല്ല. എന്നാലും നിങ്ങളുടെ ഒരു ടീസിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡക്ടർ മാത്രമായിരിക്കും ഇതിലുള്ളത്. ഇൻഡക്ടർ മാത്രമാണെങ്കിൽ ആ കറണ്ട് എവിടെ വന്ന് നിൽക്കുകയായിരുന്നു? 90 ഡിഗ്രി ലാഗ് ആയിരുന്നു. ഇത് 30 ഡിഗ്രിയോ ലാഗ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? ഇൻഡക്ടറും ഉണ്ട് റെസിസ്റ്ററും ഉണ്ട്. രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് നടുവിൽ എവിടെയോ നിന്നുപോയി. ഇങ്ങനെ നടുവിൽ എവിടെയോ നിന്നുപോയി. അത്രയേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിലേക്ക് പിന്നെ നോക്കാം. ഓക്കെ. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ പോളാറിലേക്ക് മാറ്റാം? ലാസ്റ്റ് ഫിഗർ തന്നെയാണ് ഈ ഫിഗറും.
5 എന്ന് പറഞ്ഞ കറണ്ട് 30 ഡിഗ്രി ലാഗ് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ ഞാൻ അതിനെ 2 കമ്പണൻസിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും സ്പ്ലിറ്റ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു വെക്ടറിനെ നമ്മൾ എക്സ് ആക്സിസിലേക്കും എക്സ് കമ്പണൻ്റ് ആയിട്ടും വൈ കമ്പണൻ്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആകെ പഠിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. ആ വെക്ടറിനെ ഡിഗ്രി മാർക്ക് ചെയ്ത് ഏത് ആക്സിസിലേക്കാണോ ആ കമ്പണൻ്റ് എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ എടുക്കണം. ഡിഗ്രി മാർക്ക് ചെയ്യാത്ത ഒരു ആക്സിസ് ഉണ്ടാവുമല്ലോ, അതിൽ എടുക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റ എടുക്കണം. ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ 30 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്ത് ഏത് ആക്സിസിലേക്കാണ്? എക്സ് ആക്സിസിലേക്കാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ വരുന്ന കമ്പണൻറ്റിനെ ഞാൻ x1 എന്ന് വിളിക്കുകയാണെങ്കിൽ ആ x1ൻ്റെ വാല്യൂ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് 5 ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ 5 കോസ് 30. അങ്ങനെയാണെങ്കിൽ വൈ കമ്പണൻറ്റിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ എങ്ങനെ എടുക്കണം? മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ 30 എടുക്കണം. പിന്നെ ഞാൻ എന്തിനാ y1ന് ഒരു -5 സൈൻ 30 എടുത്തത്? ഞാൻ എന്തിനാ x1 ഞാൻ മൈനസ് എടുത്തിട്ടില്ലല്ലോ, 5 കോസ് 30 അല്ലേ എടുത്തത്. y1 എടുക്കുമ്പോൾ ഞാൻ 5 സൈൻ 30 അല്ല എടുത്തത്, നെഗറ്റീവ് ഓഫ് 5 സൈൻ 30 എടുത്തു. എന്താ കാരണം? ബിക്കോസ് നിങ്ങളുടെ കോർഡിനേറ്റ് സിസ്റ്റം ഇങ്ങനെയാണുള്ളത് അല്ലേ, ഒരു കുരിശ് പോലെ. അതിൽ ഈ ഒരു കോർഡിനേറ്റാണ് നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആക്സിസാണ്, എക്സ് പോസിറ്റീവാണ്. വൈ, അതിൽ വരുന്ന വൈ എന്താണ്? നെഗറ്റീവ് വൈ ആക്സിസാണ്. പോസിറ്റീവ് വൈ ആക്സിസ് നേരെ മുകളിലേക്ക് ഉണ്ട്, നമ്മളത് വരച്ചിട്ടില്ല. സോ നെഗറ്റീവ് വൈ ആക്സിസ് അല്ലെങ്കിൽ 4th ക്വാഡ്രാന്റ് ആണ് ഇപ്പം നിങ്ങളുടെ 5 എന്ന് പറഞ്ഞ വെക്ടർ നിൽക്കുന്നത്. 4th ക്വാഡ്രാന്റ്. എന്താ 4th ക്വാഡ്രാന്റ് എന്നൊക്കെ പറഞ്ഞാൽ? ഫസ്റ്റ് ഇവിടെ വരുന്നത് സെക്കൻഡ്, ഈ താഴെ വരുന്നത് തേർഡ്, ഇത് 4. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ 4th ക്വാഡ്രാന്റിന്റെ പ്രത്യേകത എന്താ? എക്സ് പോസിറ്റീവ് ആയിരിക്കും, വൈ ആക്സ് നെഗറ്റീവ് ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രാന്റിന്റെ പ്രത്യേകത എന്താ? ഇതാണ് ഫസ്റ്റ് ക്വാഡ്രാന്റ്, എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രാന്റിന്റെ പ്രത്യേകത എന്താ? വൈ പോസിറ്റീവ് ആണ്, പക്ഷെ എക്സ് എന്താണ്? നെഗറ്റീവാണ്. തേർഡ് ക്വാഡ്രാന്റിന്റെ പ്രത്യേകത എന്താ? എക്സും വൈയും നെഗറ്റീവാണ്. 4th ക്വാഡ്രാന്റിന്റെ പ്രത്യേകത എന്താ? എക്സ് പോസിറ്റീവ് ആണ്, പക്ഷേ വൈ താഴോട്ട് വരുന്നത് നെഗറ്റീവാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ നിങ്ങളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ റെഫർ ചെയ്യുക. സോ നമ്മുടെ വൈ നെഗറ്റീവ് ആക്സിസ് ആയതുകൊണ്ട് നെഗറ്റീവ് ഓഫ് 5 സൈൻ 30 എന്ന് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് x1 4.4 എന്നും y1 -2.5 എന്നും കിട്ടും. ഇനി എന്താണ് റെക്ടാങ്കുലർ ഫോമിന്റെ ജനറൽ? എക്സ് കമ്പണന്റ് പ്ലസ് ജെ ഇൻറ്റു വൈ കമ്പണന്റ്. എന്താ ഈ ജെ? ഇവിടെ നിങ്ങൾ മാത്സ് പഠിക്കുന്നതാണ്. ഇറ്റ്സ് ഇമാജിനറി റെപ്രസെൻറ്റേഷൻ ആണ്. ജെ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ 5 എന്ന് പറഞ്ഞത് 30 ഡിഗ്രി ചരിഞ്ഞ് നിൽക്കുന്ന ഒരാളെ ആദ്യം നിങ്ങൾ റിയൽ ആക്സിസ് എന്താ ഇമാജിനറി ആക്സിസ് എന്താണെന്ന് നോക്കാതെ അതിൻ്റെ ആംഗിൾ മാത്രം പറഞ്ഞു. ഇപ്പം നിങ്ങൾ പറയുന്നത് അങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരാളെ റിയൽ ആക്സിസിൻ്റെയും ഇമാജിനറി ആക്സിസിൻ്റെയും കമ്പണൻസ് ആയിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പം നിങ്ങൾ റിയൽ ആക്സിസിനെ നേരെ x1 എന്ന് മാത്രം എടുക്കുക, ഇമാജിനറി ആക്സിസ് എടുക്കുമ്പോൾ പ്ലസ് ജെ എന്ന് കൊടുക്കണം, ജെ y1. അപ്പോൾ എന്താ കിട്ടിയത്? x1 4.4 ആണല്ലോ, y1 -2.5 ആണല്ലോ. അപ്പം നിങ്ങളുടെ ഫൈനൽ ആൻസർ ഇൻ റെക്ടാങ്കുലർ ഫോം എന്താ വരിക? 4.4 -2.5 ജെ. താങ്ക് യു. അത് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാം. ട്രിഗ്നോമെട്രിക് ഫോം എന്ന് പറയുന്നത് എന്താ? നിങ്ങളിപ്പം പഠിച്ച എക്സാമ്പിളിൽ നിങ്ങൾ x1 y1 വാല്യൂ കൊടുക്കുന്നതിന് പകരം x1 പകരം ആ 5 cos 30 എന്ന് തന്നെ വെക്കുക. y1 പകരം എന്താണോ കിട്ടിയത് ആ സൈൻ്റെ ടേമിൽ വെക്കുക. -5 സൈൻ 30 ആണ്, അങ്ങനെ തന്നെ വെക്കുക. അല്ലാതെ നിങ്ങളത് ആൻസർ കണ്ടുപിടിച്ചിട്ട് എക്സ് വൈ നാക്കാതെ സൈൻ്റെയും കോസിൻ്റെയും ടേമിൽ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ അതാണ് ട്രിഗ്നോമെട്രിക് ഫോം. അപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതെല്ലാം സെയിം ആണ്. റെക്ടാങ്കുലർ ഫോമിൽ നിങ്ങൾ സൈനും കോസും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ എന്താക്കി? അതിനെ വാല്യൂ കണ്ടുപിടിച്ച് എക്സ് റിയൽ പ്ലസ് ജെ ഇൻറ്റു ഇമാജിനറി ആക്കി. റെക്ടാങ്കുലറിൽ വെക്കുകയാണെങ്കിൽ റിയലിന് പകരം നിങ്ങൾ അതിൻ്റെ എക്സ് ആക്സിസിൽ വരുന്ന കോസ് ഓർ സൈൻ കോസ് കമ്പണൻ്റ് ആക്കി വെക്കുക, പ്ലസ് ജെ ഇൻറ്റു വൈ ആക്സിസിൽ വരുന്ന സൈൻ കമ്പണൻ്റ് ആക്കി വെക്കുക. അപ്പോൾ ഐ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റ എന്നാണ്, ജെ ഐ സൈൻ തീറ്റ എന്നാണ് വരിക. അതായത് നമ്മൾ ലാസ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ 5 cos 30 മൈനസ് ജെ 5 സൈൻ 30 എന്ന് വരും. ഇതാണ് ട്രിഗ്നോമെട്രിക് ഫോം.
ഓക്കെ, ഇനി നമ്മൾ ഈ 5 എന്ന് പറയുന്ന കറണ്ടിനെ നിങ്ങൾ ലാസ്റ്റ് എക്സാമ്പിൾ എങ്ങനെയാണ് എടുത്തത്? നിങ്ങൾ 5 എന്ന കറണ്ട് 30 ഡിഗ്രി ലാഗിങ് ആയിട്ട് എടുത്ത്. എന്നീ 30 തന്നെ വെക്കണം എന്ന് നിർബന്ധമില്ല. ഞാൻ അതിനെ കൊണ്ടുപോയിട്ട് 90 ഡിഗ്രി ലാഗിങ് ആയി വെച്ചാൽ എന്ത് മാറ്റം അവിടെ വരിക നോക്കാം നമുക്ക്. 5 പോളാർ ഫോമിൽ നിങ്ങൾ പോളാർ ഫോമിൽ എങ്ങനെയാ പറയാ? അത് വായിക്കണ്ട, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 90 ഡിഗ്രി ലാഗിങ്. അപ്പം ആദ്യം മാഗ്നിറ്റ്യൂഡ് 5, ആംഗിൾ 90. വെറും 90 ആണോ? ലാഗിങ് ആണ്, അല്ലെങ്കിൽ താഴോട്ടാണ് വന്നത്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസിലാണ് ലാഗ് ചെയ്തത്. അപ്പോൾ എന്ത് കൊടുക്കണം? -90. അതിനെ റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റണം. നിങ്ങൾക്ക് അറിയാം, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 5 ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? y ആക്സിസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് കമ്പണൻ്റ് എടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ y ആക്സിസിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ എക്സ് കമ്പണൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ സംശയം എന്താ ചെയ്ത് നോക്ക്. എക്സ് കമ്പണൻ്റ് എങ്ങനെയാണ് കിട്ടുക? എക്സ് ആക്സിസിലേക്കുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ആംഗിൾ മാർക്ക് ചെയ്ത കമ്പണൻ്റ് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ. അപ്പോൾ 5 ഇൻറ്റു കോസ് 90 0. ഇനി y ആക്സിസിലെ കമ്പണൻ്റ് എന്താ? y ആക്സിസിലാണ് നിങ്ങൾ വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് കറണ്ടിന് ആക്സിസ് ആംഗിൾ ഉണ്ടോ അവിടെ? ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? കറണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയ കറണ്ട് അങ്ങനെ വന്ന് 10, 20, 30, 40 ഇങ്ങനെ വന്ന് 90 വന്ന് നിൽക്കുക. അപ്പോൾ വിത്ത് വോൾട്ടേജ് ആയിട്ടാണ് 90 ഡിഗ്രി ആക്സിസ് ഉള്ളത്. ഈ കറണ്ടിൻ്റെ ഇപ്പം നിൽക്കുന്ന ആക്സിസ് ആയിട്ട് അതിൻ്റെ ആംഗിൾ എത്രയാ? 0 ഡിഗ്രി ആണ്. അപ്പോൾ നിങ്ങൾ ആ ആക്സിസിലേക്ക് എന്താ എടുക്കേണ്ടത്? സൈൻ എടുക്കുക. ആംഗിൾ മാർക്ക് ചെയ്ത ആക്സിസിലേക്ക് കോസ് എടുത്തു, ആംഗിൾ മാർക്ക് ചെയ്യാത്ത ആക്സിസിലേക്ക് അതേ ആംഗിളിൻ്റെ സൈൻ എടുക്കണം. അപ്പം 5 sin 90 എന്തായിരിക്കും? sin 90 എന്ന് പറഞ്ഞാൽ 1, 5 എന്ന് കിട്ടും. പിന്നെ ആക്സിസിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കണം. എക്സ് ആക്സിസ് പോസിറ്റീവാണ്, y ആക്സിസോ താഴോട്ടാ നെഗറ്റീവാണ്. അപ്പം -5 എന്ന് വരും. അപ്പം നിങ്ങൾ റെക്ടാങ്കുലർ ഫോമിൽ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്തേ. x1 ഉണ്ടോ? 0. പ്ലസ് y1 ഇൻറ്റു ജെ അല്ലേ? y1 എന്താ കിട്ടിയത്? -5. അപ്പോൾ 0 -5j എന്ന് വരും. ദാറ്റ് ഈസ് -5j. സോ ആസ് ദിസ് കറണ്ട് ഈസ് ലാഗിങ് ബൈ 90 ഡിഗ്രി ഇറ്റ് ഈസ് എൻ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്യുവർലി ഇൻഡക്ടർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ആംഗിൾ പോളാർ ഫോം പറഞ്ഞപ്പോൾ എന്ത് വന്നു? -90 എന്ന് വന്നു. അതുപോലെ പ്യുവർലി ഇൻഡക്ടർ ആയതുകൊണ്ട് റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റിയപ്പോൾ അതിന് എന്തില്ല? റിയൽ ടേം ഇല്ല, ഇമാജിനറി ടേം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നിങ്ങൾ തന്നെ പ്രോബ്ലംസ് ചെയ്തും ഇമാജിൻ ചെയ്തും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ബിടെക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് മാത്രം പഠിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നൊരു വഴി കാണിച്ചു തരാനേ നമുക്ക് പറ്റുള്ളൂ. യു ഹാവ് ടു തിങ്ക് ആൻഡ് യു ഹാവ് ടു ഡെവലപ്പ്. യു ഹാവ് ടു ഡെവലപ്പ് ദ പവർ ടു ഇമാജിൻ. ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയ കാര്യം. അതാണ് നമ്മളുടെ ഫൈനൽ എയിം. അതൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റിയൊരു മെൻ്റൽ സ്റ്റേറ്റിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ മൈൻഡിലുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കറണ്ട് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ പ്യുവർലി ഇൻഡക്ടറുള്ള സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് അതിനൊരു പ്രൂഫ് എക്സാമിന് ചോദിച്ചാൽ പ്രൂഫ് വേണമല്ലോ എല്ലാത്തിനും മാർക്ക് കിട്ടണമെങ്കിൽ. നമുക്കൊരു പ്രൂഫ് നോക്കാം. ഫിഗർ നോക്കുക. താഴെ റെഡിങ്കിൽ നമ്മളൊരു AC സോഴ്സ് ഇങ്ങനെ വരച്ചത്, ആ ഫിഗറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ വരച്ചത് AC സോഴ്സാണ്. അതിൽ നിന്ന് ഒരു I എന്ന് പറഞ്ഞ കറണ്ട് എങ്ങോട്ട് പോവാം? മുകളിലുള്ള L എന്ന് പറഞ്ഞ ഇൻഡക്ടറിലേക്ക് പോവാണ്. AC സോഴ്സ് ആയതുകൊണ്ട് വോൾട്ടേജ് V ഈക്വൽ നമ്മൾ എങ്ങനെ എഴുതുക? AC എപ്പോഴും മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ ആംഗിൾ. V ഈക്വൽ ടു VM sin omega t നമ്മൾ എഴുതി. ഒരു ഇൻഡക്ടറിലേക്ക് കറണ്ട് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച സെൽഫ് ഇൻഡക്റ്റൻസ് പ്രോപ്പർട്ടി കാരണം അവിടെ ഒരു EMF അല്ലേ? കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്ലക്സ് ഉണ്ടാവുമ്പോൾ ആ കറണ്ട് എന്ത് കറണ്ടാണ് നിങ്ങൾ കൊടുത്തത്? AC കറണ്ട് ആയതുകൊണ്ട് ആ ഫ്ലക്സ് ആ കോയിൽ തന്നെ ചേഞ്ചിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കും. ഒരു കോയിലിൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെ എന്തുണ്ടാവും? EMF ഉണ്ടാവും. ആ EMFന് എന്താ പറയുക? ഒരേ കോയിലിൽ അതേ കോയിലിൻ്റെ ഫ്ലക്സ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന EMFന് എന്താ പറയുക? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പം നിങ്ങൾ ഈ കൊടുത്ത ഫിഗറിൽ I എന്ന കറണ്ട് L എന്ന് പറയുന്ന ഇൻഡക്ടർ കൂടെ പോയാൽ അവിടെ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, LdI/dt എന്നാണ്. പണ്ട് പഠിച്ചതാട്ടോ. L എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ്, DI/dt എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് കറണ്ട് കാരണമാണ്
ആ വോൾട്ടേജ് ഇൻഡ്യൂസ് ആയെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഒന്ന് ബാക്കോട്ട് പോയി നോക്കുക. സെൽഫ് ഇൻഡക്റ്റൻസ് LdI/dt. അപ്പോൾ ഞാൻ ഇവിടെ മുകളിൽ മാർക്ക് ചെയ്ത് കൺഫ്യൂഷൻ ആവേണ്ട, ഇവിടെ V = LdI/dt എന്ന് പറഞ്ഞാൽ V എന്ന് പറഞ്ഞാൽ ആ ഇൻഡക്ടറിൽ അപ്പം ഡെവലപ്പ് ചെയ്ത വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ പറയാം. ഓക്കെ, ഇനി ഒരു കാര്യം മനസ്സിലാക്കുക. പ്യുവർലി ഇൻഡക്ടർ സർക്യൂട്ടാണ് നമ്മൾ പറയുന്നത്. പ്യുവർലി ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ആരില്ല, റെസിസ്റ്റർ ഇല്ല. ഇനി പ്യുവർലി കപ്പാസിറ്റീവ് എന്ന് പറഞ്ഞാലും അവിടെ റെസിസ്റ്റർ ഇല്ല. എന്താ ഇങ്ങനെ പറയാൻ കാരണം? ആലോചിച്ച് നോക്കുക. നിങ്ങളെ വീട്ടിലൊരു മോട്ടോർ ഉണ്ടെന്ന് വിചാരിക്കുക. മോട്ടോർ തുറന്നു നോക്കുക. അതിൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക? ആരെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് വൈൻഡിങ്സാണ് ഉണ്ടാവുക. ഈ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇൻഡക്ടറാണ്. പക്ഷെ ആ മോട്ടോർ പ്യുവർലി ഇൻഡക്ടറാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആ വൈൻഡിങ്ങിൻ്റെ അകത്ത് ആരും കൂടെ ഉണ്ടാവും. എത്ര നല്ല കമ്പനി ഉണ്ടാക്കിയാലും ആ വൈൻഡിങ്ങിൻ്റെ അകത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാവും. ബിക്കോസ് വയർ എലമെൻറ്റ് യൂസ് ചെയ്ത് അത് കണക്ഷൻ കൊടുത്ത് സോൾഡർ ചെയ്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് വരും. റെസിസ്റ്റൻസ് കാരണം അവിടെ ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാവും. മോട്ടറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചൂടാവുന്നില്ലേ? ചൂടാവാൻ കാരണം എന്താ? അതിൻ്റെ അകത്ത് ഹീറ്റ് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. വൈൻഡിങ് മോശമാണ്, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസേ ഇല്ല, ഹീറ്റ് ഇല്ല, ലോസ് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ കൊടുക്കുന്ന കറണ്ട് മുഴുവനായിട്ട് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. പ്യുവർലി ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന V കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താക്കി മാറ്റാൻ പറ്റില്ല, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആക്കി മാറ്റാൻ പറ്റില്ല. കുറച്ച് എന്തായി പോവും, ലോസ് ആയിട്ട് പോവും. കൺസെപ്റ്റാണ്. അത്രയും അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ളത് വിട്ടേക്കുക. ഈ ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക. ഈൻ്റെ ഇക്വേഷൻ ഞാൻ താഴെ എഴുതിയിട്ടുണ്ട്. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF -LdI/dt. എന്താ ഈ മൈനസ്? നമുക്കറിയാം നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഒപ്പോസിഷൻ ആണെന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പ്യുവർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയതുകൊണ്ട് ഇവിടെ കുറേ V കൊടുത്തു, അത് മുഴുവൻ മുകളിൽ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആയി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവർ രണ്ടാളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് എന്ന് നമുക്കറിയാം. V കൊടുത്തു, V കംപ്ലീറ്റ് E ആയി മാറി. പക്ഷേ അത് നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് ഒപ്പോസ് ചെയ്യാണ് Vനെ, അല്ലെങ്കിൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാണ്. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് സൈൻ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഒപ്പോസിഷൻ കാണിക്കാനാണ് നെഗറ്റീവ് സൈൻ എന്ന് മനസ്സിലാക്കിയാൽ മതി. സോ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? V മുഴുവൻ E ആയി മാറി. സോ നിങ്ങൾ Vനെയും Eനെയും ഇക്വേറ്റ് ചെയ്തു. അതായത് ഇക്വേഷൻ നമ്പർ 1നെയും ഇക്വേഷൻ നമ്പർ 1 ഇവിടെ എന്താ കാണാനായിട്ടാണ്, ഇക്വേഷൻ നമ്പർ 2നെയും ഇക്വേറ്റ് ചെയ്തു. Vm sin ωt = LdI/dt എന്ന് ഇക്വേറ്റ് ചെയ്തു. അപ്പം DI എന്തായിരിക്കും? ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. Vm/L sin ωt dt. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. DIനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ I കിട്ടും. Vm/L കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തു. sin ωtനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ Vm/L sin ωt ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ -cos ωt/ωt ഒമേഗ താഴെ വരും. സോ -Vm/ωL cos ωt എന്ന് കിട്ടും. അവിടെ നിൽക്കുക. -Vm എന്ന് വെച്ചാൽ അതിൻ്റെ വോൾട്ടേജ്, മാക്സിമം വോൾട്ടേജിൻ്റെ വാല്യൂ. എന്താ ഈ ωL എന്ന് പറഞ്ഞാൽ? L ഒമേഗ നമ്മൾ പണ്ടൊക്കെ നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു റെസിസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ജസ്റ്റ് സിംപ്ലി R എന്ന് എടുത്താൽ മതി. ഒരു ഇൻഡക്ടർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയ റിയാക്റ്റൻസിൻ്റെ വാല്യൂ എടുക്കണേ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് R എന്ന് എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റില്ല, L × ഒമേഗ ചെയ്യണം. പക്ഷെ അതിൻ്റെ മീനിങ് എന്താ? അത് ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ്, അതായത് ഒരു റെസിസ്റ്റൻസ് ആണെങ്കിൽ, റെസിസ്റ്റർ ആണെങ്കിൽ അത് കൊടുക്കുന്ന ഒപ്പോസിഷൻ നമ്മൾ എന്താ പറയുക? റെസിസ്റ്റൻസ് എന്നാ പറയുക. ഇക്വലൻ്റ് ആയിട്ട് ഒരു ഇൻഡക്ടറോ കപ്പാസിറ്ററോ ആണെങ്കിൽ നമ്മൾ അതിനെ റിയാക്റ്റൻസ് എന്നാ പറയാം. റെസിസ്റ്റർ ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്നാണ് സിംപ്ലി ഒപ്പോസിഷന് പറയാം. പക്ഷേ ഇൻഡക്ടറോ കപ്പാസിറ്ററോ വരെ അവിടെ ഒപ്പോസിഷൻ മാത്രമല്ല ഉള്ളത്, അവിടെ ഈ പറഞ്ഞ പോലെ EMF കൺവേർഷൻ ഉണ്ട്. എന്ത് കൺവേർഷൻ? ഇൻഡക്ടർ എന്താക്കും? സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കും. അപ്പോൾ അതിന് ഒപ്പോസിഷൻ അല്ലത്, അതിന് പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസിൻ്റെ ഇക്വേഷനാണ് ഒമേഗ × L. ഒമേഗ എന്താണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ 2πf ആണ്. അതൊക്കെ നമുക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2 × π × ഫ്രീക്വൻസി. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. -Vm/ωL വന്നത്. Vm/ωL എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് റെസിസ്റ്റൻസിന് ഇക്വലൻ്റാണ്. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ എന്താ കിട്ടുക? കറണ്ട്. വോൾട്ടേജ് ബൈ റിയാക്റ്റൻസ് ചെയ്താൽ എന്താ കിട്ടുക? കറണ്ട് കിട്ടും. Vm/ωL ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഗ്രീനിൽ എഴുതിയിട്ടുണ്ട്, Im കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. Vm/ωL cos ωt എന്നാണ് ഇപ്പം കിട്ടിയത്. അതിനെ നിങ്ങൾ sin ωt -π/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സിമ്പിൾ ട്രിഗ്നോമെട്രിക് ആണ്. അതിനുശേഷം Vm/ωL Im കൊടുത്തു. ഇപ്പം എന്താ കിട്ടിയത്? ലാസ്റ്റ് സ്റ്റെപ്പിൽ Im sin ωt
IM sin omega t മൈനസ് പൈ ബൈ ടു എന്ന് കിട്ടി. ഇവിടുത്തെ വോൾട്ടേജ് വേവ് ഫോം എന്തായിരുന്നു? ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് പറഞ്ഞ V = VM sin omega t ആണ്. പക്ഷെ I എന്താ കിട്ടിയത്? അതേപോലെ തന്നെ IM sin omega t വരെ വന്നു, പിന്നെ ഒരു മൈനസ് പൈ ബൈ ടു വന്നു. അതിൻ്റെ അർത്ഥം എന്താ? 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് ആര് തുടങ്ങിയത്? കറണ്ട് തുടങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഡക്ടറിൽ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് പൈ ബൈ ടു അല്ലെങ്കിൽ 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ട് എന്ത് തുടങ്ങുള്ളൂ? കറണ്ട് തുടങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരയ്ക്കാൻ ചോദിച്ചു, വോൾട്ടേജ് VM sin omega t എന്ന് പറഞ്ഞാൽ നിങ്ങൾ 0 തുടങ്ങി വരയ്ക്കും. കറണ്ട് IM sin omega t മൈനസ് പൈ ബൈ ടു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് തുടങ്ങിയ ഇൻസ്റ്റന്റ് 90 ഡിഗ്രി കഴിഞ്ഞിട്ട് കറണ്ട് തുടങ്ങണം. കറണ്ട് IM sin omega t പ്ലസ് പൈ ബൈ ടു പറഞ്ഞാൽ നിങ്ങളപ്പോൾ എന്ത് ചെയ്യും? വോൾട്ടേജ് തുടങ്ങിയ ഇൻസ്റ്റന്റിനേക്കാൾ 90 ഡിഗ്രി മുമ്പേ ആരെ വരയ്ക്കും? കറണ്ടിനെ വരയ്ക്കും. ഓക്കെ, സോ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇതാണ് പ്രൂഫ്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഒരു AC കണ്ടെയ്നിങ് കപ്പാസിറ്റൻസ് ഓൺലി. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാം. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യാന്ന്. പക്ഷെ എങ്ങനെ കാണിക്കും നിങ്ങൾ? അപ്പോൾ അതിന് വേണ്ടി നേരത്തെ അതേപോലെ AC സോഴ്സ് കൊടുത്തു, V = VM sin omega t കൊടുത്തു, കപ്പാസിറ്ററിൻ്റെ അകത്തേക്ക് ഒരു കറണ്ട് കൊടുത്തു. ഇവിടെ നിങ്ങൾ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. നേരത്തെ ഇൻഡക്ടർ ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന EMFൻ്റെ ഇക്വേഷൻ L അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ LdI/dt ആണ് എടുത്തു. കപ്പാസിറ്റർ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം ഉണ്ട്, നേരെ തിരിയും. ഇൻഡക്ടറിൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? L × dI/dt. കപ്പാസിറ്ററിൽ അത് എന്തിൻ്റെ ഇക്വേഷനായി മാറും? കറണ്ടിൻ്റെ ഇക്വേഷൻ ആവും. I = C × dV/dt. ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ഇൻഡക്ടറിൽ ഇതവിടെ LdI/dt. കപ്പാസിറ്റർ ആണെങ്കിൽ Lന് പകരം C വന്നു, I വന്നോടത്തൊക്കെ V വന്നു. എല്ലാം നേരെ തിരിഞ്ഞു. നേരത്തെ വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ്, ഇപ്പം കറണ്ടിൻ്റെ ഇക്വേഷനാണ്. നേരത്തെ C കൊടുത്തോടത്ത് ഇവിടെ L കൊടുക്കുക, dV/dtക്ക് പകരം dI/dtക്ക് പകരം dV/dt കൊടുക്കുക. ഇത് ഞാൻ പഠിക്കാനുള്ള സിമ്പിൾ മെത്തേഡ് പറഞ്ഞാണ്. ഇത് കുറച്ചും കൂടെ കൺസെപ്റ്റ് ഉണ്ട് ഇതിനും പുറകിൽ. എന്തുകൊണ്ടാണ് C dV/dt വരുന്നതെന്നൊക്കെ ഉള്ളത് ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാം. സോ I = C dV/dt. ആ വിക്ക് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? V എന്താ? VM sin omega t. എല്ലാ സ്ഥലത്തും വോൾട്ടേജ് ആ റെഫറൻസ്. വോൾട്ടേജ് എപ്പോഴും നിങ്ങൾ എന്ത് എടുക്കാൻ പാടുള്ളൂ? VM sin omega t എന്ന് എടുക്കാൻ പാടുള്ളൂ. അതായത് മൈനസ് പൈ ബൈ ടു പ്ലസ് പൈ ബൈ ടു എന്ന് എടുക്കാൻ പാടില്ല. ബിക്കോസ് അത് 0 തുടങ്ങുന്നത്. അതുകൊണ്ടാണ് sin omega t -0 ആണ്. VM sin omega t പറഞ്ഞാൽ എന്താ? 0 ആംഗിൾ തുടങ്ങുന്ന റെഫറൻസ് ആണ്. VM sin omega t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ d/dt ഓഫ് sin omega t എന്താ വരിക? cos omega t ആയി മാറും. അപ്പോൾ എന്താ വരിക? C × VM sin omega t ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പം VM cos omega t ആയി ഇൻറ്റു ഒരു ഒമേഗയും കൂടെ വരും. സോ അതിന് നമ്മൾ അങ്ങനെ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ cos omega tക്ക് പകരം sin 90 + omega t അല്ലെങ്കിൽ sin omega t + 90 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒമേഗ C VM × sin omega t + π/2 അല്ലെങ്കിൽ 90. ഇനി നേരത്തെ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് വരിക. ഞാൻ ആ ഒമേഗ സീനെ താഴോട്ട് കൊണ്ടുപോയി. എങ്ങനെയാണ് വരിക? VM/1/ωc. ശരിയല്ലേ? മുകളിൽ കിടക്കുന്ന സാധനത്തിന് താഴോട്ട് പോകണമെങ്കിൽ 1/ωc. നിങ്ങൾ പഠിക്കേണ്ട സാധനം ഇൻഡക്ടറിൻ്റെ റിയാക്റ്റൻസ് എന്തായിരുന്നു? Lω. ഇനി കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് എന്താ? 1/C⍵. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് താഴെ കിട്ടിയിട്ടുള്ള ഈ 1/C⍵ എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസാണ്. 1/C⍵ ആ ടോട്ടൽ ടൈമാണ് റിയാക്റ്റൻസ്. സോ വോൾട്ടേജ് ബൈ റിയാക്റ്റൻസ് ഇത് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ VM/1/ωcക്ക് പകരം IM എന്ന് കൊടുത്തു, sin omega t + π/2. ഇപ്പം എന്താ സംഭവിച്ചത്? വോൾട്ടേജ് 0 തുടങ്ങി ഇങ്ങനെ പോവാണ്, VM sin omega t. പക്ഷെ കറണ്ട് എന്താ വരുന്നത്? VM sin omega t + π/2. 90 ഡിഗ്രി മുമ്പേ തുടങ്ങണം. +π/2 മുമ്പേ, -π/2 ഇവിടെ 90 ഡിഗ്രി ശേഷം. സോ കറണ്ടിൻ്റെ ആംഗിൾ +π/2 കിട്ടിയത് കൊണ്ട് കറണ്ട് എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരിക. വോൾട്ടേജ് വരച്ചു, അതിനേക്കാളും നമ്മൾ ഇവിടെ എങ്ങനെ കാണിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ മീനിങ് എന്താ? കറണ്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതിനെ ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്ക്. കറണ്ട് 90 ഡിഗ്രി മുമ്പേ തന്നെ എന്തായിട്ടുണ്ട്? തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വോൾട്ടേജിനേക്കാളും ലീഡ് ചെയ്യുക. വോൾട്ടേജ് 0 ക്രോസ് ചെയ്യുമ്പോൾ കറണ്ട് എവിടെ എത്തിയിട്ടുണ്ട്? പോസിറ്റീവ് മാക്സിമത്തിൽ എത്തിയിട്ടുണ്ട്. അതായത് 90 ഡിഗ്രി മുമ്പേ കറണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് കപ്പാസിറ്ററിൻ്റെ കേസ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഫേസറിൽ വരയ്ക്കും? നേരത്തെ ഞാൻ പറഞ്ഞു, വോൾട്ടേജ് റെഫറൻസ് എടുക്കുക, കറണ്ട് I ആംഗിൾ +90. +90 എന്ന് പറയുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആംഗിൾ ഇങ്ങോട്ട് കയറി വരണം, ലീഡിങ്ങിൽ വരണം. ഇപ്പോൾ ഇയാൾ ലീഡിങ് ആണ്, ഇയാൾ ലാഗിങ് ആണ്. ഓക്കെ, ഈ ലീഡിങ് ലാഗ് എങ്ങനെ നോക്കുക? നിങ്ങൾ രണ്ടിൻ്റെയും പുറമേ നിന്നൊരു ഏരോ മാർക്ക് ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡിഗ്രിയിൽ നോക്കുക.
അപ്പോൾ ആദ്യം കാണുന്നത് ലീഡിങ് ആയിരിക്കും, രണ്ടാമത് കാണുന്നത് ലാഗിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ വോൾട്ടേജ് റെഫറൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ വി ആംഗിൾ 0, ഐ ആംഗിൾ +90 എന്ന് പറയണം. ഒരു ക്വസ്റ്റ്യൻ, കറണ്ടാണ് റെഫറൻസ് ആക്കി എടുക്കുന്നതെങ്കിൽ ഈ ഫേസറിൽ കറണ്ട് റെഫറൻസ് ആക്കി എടുത്താൽ എങ്ങനെയാണ് വരിക? ഐ ആംഗിൾ 0 വരും, വിയോ +90 -90. കറണ്ടാണ് റെഫറൻസ് എങ്കിൽ ഐ ആംഗിൾ 0 ആണെന്ന് വിചാരിക്കും. വോൾട്ടേജ് +90 -90. വോൾട്ടേജ് എങ്ങോട്ടാണ് വന്നത്? ക്ലോക്ക് വൈസിലേക്കാണോ ആൻറ്റി ക്ലോക്ക് വൈസിലേക്കാണോ? വോൾട്ടേജ് ക്ലോക്ക് വൈസിലേക്കാണ് വന്നത്, അപ്പോൾ -90 എടുക്കേണ്ടി വരും. ഐ ആംഗിൾ 0 ആണെങ്കിൽ വോൾട്ടേജ് വി ആംഗിൾ -90 എന്നാവും. അതിൻ്റെ മീനിങ് എന്താ? വോൾട്ടേജ് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു. തിരിച്ചു പറയാതെ വോൾട്ടേജ് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കറണ്ട് 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെഫറൻസ് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതും റെഫറൻസ് മാറ്റാം, ലാഗിങ് ലീഡിങ് ഒന്നും മാറില്ല. കൺസെപ്റ്റാണ്, ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ലാസ്റ്റ് ടോപ്പിക്, എ സി സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ഓൺലി. ഇത് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും? റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇൻ ഫേസ് ആയിരിക്കും. ഇപ്പോൾ V = Vm sin ωt എന്ന് കൊടുത്തു. I = നമുക്കറിയാം V/R, Vm sin ωt/R. Vm/R എന്താ? വോൾട്ടേജ് മാക്സിമം ബൈ V/R, ഓംസ് ലോ, Im sin ωt. അപ്പോൾ വോൾട്ടേജ് Vm sin ωt ആണ്, കറണ്ട് Im sin ωt ആണ്. അവിടെ ആര് വരുന്നില്ല? ഒരു ആംഗിൾ ഡിഫറൻസും വരുന്നില്ല. എന്തുകൊണ്ട് ആംഗിൾ ഡിഫറൻസ് വരാതിരുന്നത്? ഒന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കൂ. കഴിഞ്ഞ 2 ഡെറിവേഷനിലും ഒന്നെങ്കിൽ ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു. സൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് ആവും, കോസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ആവും. സൈനും കോസും തമ്മിൽ എപ്പോഴും ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ട്, ശരിയല്ലേ? സൈൻ 0 കോസ് 0 എത്രയാ? 1 ആണ്. സൈൻ 90 1 ആകുമ്പോൾ കോസ് 90 എന്താ? 0 ആണ്. സൈൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ കോസ് ഇങ്ങനെയാണ് വരിക. സൈൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കോസ്, അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ലേ? സൈന് 0 തുടങ്ങുമ്പോൾ കോസ് ഓൾറെഡി 1 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷനും ആരുടെ കേസിൽ വരുന്നില്ല? പ്യുവർലി റെസിസ്റ്ററിൻ്റെ കേസിൽ വരുന്നില്ല. സോ അവിടെ ഒരു 90 ഡിഗ്രിയുടെ ഡിഫറൻസ് ഒരിക്കലും കിട്ടില്ല. വോൾട്ടേജ് Vm sin ωt ആണെങ്കിൽ കറണ്ട് Im sin ωt ആയേ നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾ താഴത്തെ ഫേസർ നോക്ക്, വോൾട്ടേജും കറണ്ടും ഒരേ പോയിന്റ് തുടങ്ങി, ഒരേ പോയിന്റിൽ 0 ക്രോസ് ചെയ്യുന്നു, ഒരേ പോയിന്റ് തീരുന്നു. ഇനി ഫേസർ വരയ്ക്കുകയാണെങ്കിലോ വോൾട്ടേജ് ഇങ്ങനെ നിൽക്കുന്നു, കറണ്ടും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇത് ശരിക്കും ക്ലിയർ ആക്കുക. ഇതാണ് കൺസെപ്റ്റ്. ഇലക്ട്രിക്കൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ലൈഫ് ലോങ് ആവശ്യം വരും. ഫേസർ ബാക്കിയുള്ളവർക്ക് ആവശ്യമില്ല എന്നല്ല, പഠിക്കുമ്പോൾ കൺസെപ്റ്റ് വെച്ച് പഠിക്കുക. അപ്പോൾ ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഈ മൊഡ്യൂളിൽ കംപ്ലീറ്റ് സാധനങ്ങളും കിടക്കുന്നത് പ്രോബ്ലംസിലാണ്. അതിൻ്റെ ഫേസർ ഇതിൻ്റെ വരാൻ പോകുന്ന ടോപ്പിക്സിലാണ്. സോ ഐഡിയ നമ്മുടെ തറവാക്കുക, ബേസ് തറവാക്കുക. നമുക്ക് നല്ല രീതിയിൽ സിമ്പിളായിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്യാം.